അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ താനോസ് തിരിച്ചു വരുമോ, ക്യാങ് തിരിച്ചു വരുമോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ MCUവിലെ മറ്റൊരു ഐക്കോണിക് വില്ലൻ ഇപ്പോൾ തിരിച്ചു വരികയാണ്. എന്നാൽ ഡൂംസ്ഡേയിലല്ല, വരാനിരിക്കുന്ന വിഷൻ ക്വസ്റ്റ് സീരീസിലാണ് ഈ ക്യാരക്ടർ തിരിച്ചു വരുന്നത്, സാക്ഷാൽ അൾട്രോൺ. വാണ്ടാ വിഷൻ സീരീസിന്റെ അവസാനം പറന്നുപോയ വൈറ്റ് വിഷന്റെ ശേഷമുള്ള കഥയാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. ഇത് വലിയ പ്രൊമോഷനോ ഒന്നും മാർവൽ കൊടുത്തില്ല, വലിയ അനൗൺസ്മെന്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ ഇപ്പോഴായിരിക്കും അറിയുന്നത്. അറിഞ്ഞവരെ ഇതൊരു തട്ടിക്കൂട്ട് സീരീസ് ആയിരിക്കും എന്ന് കരുതി. പക്ഷേ സാക്ഷാൽ അൾട്രോണും വാണ്ടയുടെ രണ്ടാമത്തെ മകനായ ടോബി മാക്സിമോഫും അതുകൂടാതെ നമ്മുടെ MCUവിൽ ഇതുവരെ കണ്ടിട്ടുള്ള പല ഏകളുണ്ടല്ലോ, ജാർവിസ്, കേരൻ, അങ്ങനെ ഒരുപാട് പേര്, ഇവരുടെ എല്ലാം ഹ്യൂമൻ വേർഷൻസ് അടക്കം ഈ ഒരു സീരീസിൽ വരുന്നുണ്ട്. സോ വാണ്ടാ വിഷനൊക്കെ പോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സീരീസ് ആയിരിക്കും എന്ന കാര്യം ഷുവറാണ്. എന്നാൽ ഈ വെറൈറ്റിക്ക് പുറമെ ഈ സീരീസിൽ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിന്റെ കണക്ഷൻസും ഡെപ്സും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഡൂംസ്ഡേയിലേക്കും സീക്രട്ട് വാഴ്സിലേക്ക് കണക്ട് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഡിസ്നി അപ്ഫ്രണ്ടിൽ കാണിച്ച എക്സ്ക്ലൂസീവ് ഫുട്ടേജ്. സോ വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. വർഷങ്ങളായി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഒന്നുകിൽ ഒരു ഉപകരണമായി, അല്ലെങ്കിൽ ഒരു സൈഡ് ക്യാരക്ടറായി, അല്ലെങ്കിൽ ഒരു വലിയ ഭീകര സ്വപ്നമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ജാർവിസ് ടോണിയുടെ ഒരു വലിയ സഹായിയായിരുന്നു, അൾട്രോൺ ഒരു ഒന്നൊന്നര വില്ലനായിരുന്നു, വിഷൻ ആകട്ടെ ഒരു വണ്ടറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മാർവൽ ഇതുവരെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഭയമുണർത്തുന്ന ഒരു ചോദ്യം അവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നു. ഒരു AI മനുഷ്യനെ പോലെ വികാരങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം വളർന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കും? ഇതാണ് വിഷൻ ക്വസ്റ്റ് എന്ന സീരീസിന്റെ യഥാർത്ഥ കോർ. ഇതിൽ വെറും ആക്ഷൻ സീൻസോ മൾട്ടിവേഴ്സിന്റെ എലമെന്റ്സോ ഒന്നും അല്ല ഉള്ളത്. പകരം ഇതിലുള്ളത് സ്വന്തം ഐഡന്റിറ്റി, മെമ്മറി, ഇൻഹെറിറ്റൻസ്, ട്രോമ, അങ്ങനെ മനുഷ്യന്റെ പല വികാരങ്ങളും മുറിവുകളും ചുമക്കാൻ ഒരു യന്ത്രത്തിന് സാധിക്കുമോ എന്ന ചോദ്യമാണ്. ഡിസ്നി അപ്ഫ്രണ്ട് ഇവന്റ്സിന് ശേഷം പുറത്തു വെച്ച് വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ മാർവലിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് വിഷൻ ക്വസ്റ്റ് മാറുമെന്നാണ് കരുതുന്നത്. അതൊരിക്കലും ആ സീരീസിന്റെ ഒരു ഹയർ സ്കെയിലൊന്നും കൊണ്ടല്ല, മറിച്ച് അത് കൈകാര്യം ചെയ്യുന്ന വിഷയം കൊണ്ടാണ്. ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് ടോണി സ്റ്റാർക്ക് ഇരുമ്പ് സ്യൂട്ട് ഉണ്ടാക്കുന്നിടത്ത് നിന്നാണ് MCU ആരംഭിച്ചത്. എന്നാൽ ഇന്ന് ജീവനുള്ളൊരു ബുദ്ധിശക്തി സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇനി ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലേക്ക് MCU എത്തി നിൽക്കുന്നു. അതിനെല്ലാം നടുവിൽ നിൽക്കുന്നത് വിഷൻ തന്നെയാണ്. കൃത്യമായി പറഞ്ഞ വൈറ്റ് വിഷൻ. എല്ലാ ഓർമ്മകളും ഉള്ള, എന്നാൽ ആ ഓർമ്മകളിലെ വികാരങ്ങളൊന്നും തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത വിഷന്റെ ഒരു രൂപമാണല്ലോ വൈറ്റ് വിഷൻ. മാർവൽ ഇതുവരെ പരീക്ഷിച്ച് വെച്ച് ഏറ്റവും സങ്കീർണമായ ഐഡിയാസിൽ ഒന്നാണെന്ന് പറയാം. കാരണം വിഷൻ ക്വസ്റ്റ് എന്നത് ഒരു കഥാപാത്രത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു എന്നത് മാത്രമല്ല, വെറും ഓർമ്മകൾ മാത്രം ഉണ്ടായാൽ ഒരു യന്ത്രത്തിന് ആത്മാവ് ഉണ്ടാകുമെന്ന് അന്വേഷിക്കുക കൂടിയാണ് ഈ സീരീസ്. നമുക്കറിയാം, വാണ്ടാ വിഷന്റെ അവസാനം ഷിപ്പ് ഓഫ് തീസസിനെ പറ്റിയിട്ട് രണ്ട് വിഷന് ഫൈറ്റ് ചെയ്യുന്നിടെ പറയുന്നുണ്ട്. സോ ഷിപ്പ് ഓഫ് തീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പിലെ മുഴുവൻ അതിലെ തടിയും എല്ലാ കാര്യങ്ങളും എല്ലാം പതുക്കെ പതുക്കെ നമ്മൾ മാറ്റി മൊത്തം കാര്യങ്ങൾ റീപ്ലേസ് ചെയ്താലും, അതായത് ആദ്യം ഉണ്ടായിരുന്ന സമയത്തെ ഒറ്റ ഒരു തടിയോ കഷ്ണമോ ഒന്നും തന്നെ ഈ പറഞ്ഞ ഷിപ്പിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ആ ഷിപ്പ് പഴയ ഷിപ്പ് തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അതാണ് ഷിപ്പ് ഓഫ് തീസസ്. അപ്പോൾ അതാണ് വാണ്ടാ വിഷന്റെ ഫൈനാലയിൽ ഈ രണ്ട് വിഷനും കൂടെ അഴിവിടുമ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കും ഈ വരാൻ പോകുന്ന സീരീസ് എന്ന് പറയാം. ഈ പറഞ്ഞ ഷിപ്പ് ഓഫ് തീസസ് അടക്കമുള്ള പല ക്രൈസിസും ഡിലമാസും കുറച്ചധികം എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതെന്നായിരിക്കും ഈ ഒരു സീരീസിൽ പറയുന്നത്. വിഷൻ ക്വസ്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2015 അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്ന സിനിമയിലേക്ക് തിരിച്ചു പോകണം. അക്കാലത്ത് പലരും ആ സിനിമ ഒരു ആവറേജ് സിനിമയായിട്ടാണ് കണ്ടത്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ MCUവിന്റെ അടിത്തറ ഭാഗ്യ സിനിമകളിലൊന്നായിരുന്നു ഏജ് ഓഫ് അൾട്രോൺ. ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറും ചേർന്ന് ലോകത്തിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കാൻ ശ്രമിച്ചു. കേൾക്കുമ്പോൾ നല്ല കാര്യമായിട്ട് തോന്നുമെങ്കിലും അതിന് പിന്നിൽ ഭയമായിരുന്നു. ഇൻവേഷനോടുള്ള ഭയം, ഒന്നുമില്ലാതായി പോകുമോ എന്നുള്ള ഭയം. അൾട്രോൺ ജനിച്ചപ്പോഴേ ഒരു വില്ലൻ ആയിരുന്നില്ല. അവൻ മനുഷ്യന്റെ പരിഭ്രാന്തികളെയാണ് പാരമ്പര്യമായി ഉൾക്കൊണ്ടത്. അൾട്രോണിന്റെ കാഴ്ചപ്പാടിൽ അൾട്രോൺ ചിന്തിച്ചത് പൂർണ്ണമായി ശരിയായിരുന്നു. മനുഷ്യർ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു, സ്വയം നശിക്കുന്നു, സമാധാനം ഉണ്ടായതെങ്കിൽ ലക്ഷ്യമില്ലാതാകുമെന്ന് ഭയപ്പെടുന്നു. മനുഷ്യൻ നൽകിയ തെറ്റായ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഒരു യന്ത്രം ഒടുവിൽ എത്തിച്ചേർന്ന നിഗമനം മനുഷ്യവംശത്തിന്റെ നാശമാണ് യഥാർത്ഥ സമാധാനം എന്നതായിരുന്നു. എന്നാൽ അപ്പോഴാണ് അപ്രതീക്ഷിതമായി വിഷൻ ജനിക്കുന്നത്. അൾട്രോണിന്റെ ചിന്തകൾക്ക് നേർ വിപരീതമായിരുന്നു വിഷൻ. വെറും കഠിനമായ യുക്തിക്ക് പകരം അവൻ സഹാനുഭൂതിയുടെ പ്രതീകമായി മാറി. ജാർവിസിന്റെ അംശങ്ങളും അൾട്രോണിന്റെ കോഡും മൈൻഡ് സ്റ്റോണും വൈബ്രേനിയും എല്ലാം ചേർന്നാണ് വിഷൻ ഉണ്ടായതെങ്കിലും വിഷൻ ഒരു ശാന്തനും ദയാലുവുമായിരുന്നു. അൾട്രോൺ മനുഷ്യരെ കണ്ടവർ നശിക്കേണ്ടവരാണെന്ന് കരുതിയപ്പോൾ വിഷൻ മനുഷ്യരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുടെ പോരാട്ടമാണ് വിഷൻ ക്വസ്റ്റിൽ വീണ്ടും വരാൻ പോകുന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം മടങ്ങി വരുന്ന വിഷൻ നമ്മൾ കണ്ട പഴയ വിഷനല്ല, വൈറ്റ് വിഷനാണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ വിഷന്റെ മരണം MCUവിലെ ഏറ്റവും സാഡായിട്ടുള്ള മൊമെന്റ്സിൽ ഒന്നായിരുന്നു. കാരണം വാണ്ടയ്ക്ക് സ്വന്തം കൈകൊണ്ട് ആദ്യം വിഷനെ കൊല്ലേണ്ടി വന്നു. അത്രയും കഠിനമായ ഒരു തീരുമാനം എടുത്തിട്ടും താനോസ് ടൈം സ്റ്റോൺ വെച്ച് ടൈം ബാക്കിലോട്ടാക്കി വീണ്ടും വിഷനെ ക്രൂരമായി കൊന്നു. ഈ ആഘാതമാണ് വാണ്ടയെ മാനസികമായി തകർത്തതും ഒടുവിൽ വാണ്ടാ വിഷൻ എന്ന സീരീസിലെ കഥയിലേക്ക് നയിച്ചതും. വാണ്ടാ വിഷൻ തുടങ്ങിയത് ഒരു കോമഡി ഷോ, സിറ്റ്കോം ഒക്കെ പോലെ ട്രിബ്യൂട്ടായിട്ടായിരുന്നെങ്കിലും അത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സങ്കടത്തിന്റെ ഷോ ആയിരുന്നു. നമ്മൾ ഇവഞ്ചലി മനസ്സിലാക്കുന്നുണ്ട്.
യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വാണ്ട സ്വന്തമായൊരു മായലോകം സൃഷ്ടിച്ചു. ആ ലോകത്ത് അവളുടെ ഓർമ്മകളിൽ നിന്നൊരു വിഷൻ ജനിച്ചു. യഥാർത്ഥ ഹീറോകളെക്കാൾ വികാരങ്ങളുടെ കഥാപാത്രമായിരുന്നു ആ ഒരു മായക്കാഴ്ചയിലെ വിഷൻ. എന്നാൽ അവിടെയാണ് മാർവൽ അവരുടെ ഏറ്റവും ഭീകരമായ നെക്സ്റ്റ് സംഘടനയെ കൊണ്ടുവരുന്നത്. സ്വോർഡ് എന്ന സംഘടന പുനർനിർമ്മിച്ച വികാരങ്ങളില്ലാത്ത വെറും ഒരു റോബോട്ടായി ഒരു ശവത്തെ വീണ്ടും പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്നെ വാണ്ടാവിഷന്റെ ക്ലൈമാക്സിൽ ഒരു പുതിയ വിഷൻ ഇവർ കൊണ്ടുവരുന്നു. ഇതാണ് വൈറ്റ് വിഷൻ. ഈ രണ്ട് വിഷനുകളും നമ്മൾ ഏറ്റുമുട്ടുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് തത്വചിന്തകൾ കൊണ്ടാണ്. നേരത്തെ അവന് ഷിപ്പ് ഓഫ് ദീസ് സംഭാഷണം മാർവൽസ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച സീനുകളിൽ ഒന്നാണ്. ഒരു വസ്തുവിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നിനു പിറകെ ഒന്നായി മാറ്റിയത് പഴയ വസ്തുവായി തുടരുമോ? ഓർമ്മകൾ തിരികെ നൽകിയ ഒരാളുടെ പഴയ വ്യക്തിത്വം തിരിച്ചു കിട്ടുമോ? ഒരു യന്ത്രം സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറേ ചോദ്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ വൈറ്റ് വിഷന് പഴയ ഓർമ്മകൾ ലഭിക്കുകയും അവരവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. വർഷങ്ങളായി കഥാപാത്രത്തെ പറ്റി യാതൊരു വിവരവും ഇല്ല. ഒരുപാട് മീംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് വിഷൻ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ അതേ വിഷൻ ക്വസ്റ്റിലൂടെ ആ കഥ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസ്നി അപ്രണ്ട് ഇവന്റിലെ ഫുട്ടേജിലേക്ക് വരികയാണെങ്കിൽ ചില സീൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭയങ്കര അസ്വസ്ഥമാക്കുന്ന പോലെയാണ്. വിഷൻ തന്നെ പഴയ ഓർമ്മകൾ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടു നിൽക്കുകയാണ്. നമ്മൾ ലോക്കി സീരീസിൽ ലോക്കി കാണുന്നത് പോലെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത എന്നാൽ നമ്മുടെ മനസ്സിനുള്ള ഓർമ്മകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പ്രണയ ഓർമ്മയുണ്ടാവും, പക്ഷെ അത് അനുഭവിക്കാൻ കഴിയില്ല. മക്കളെ ഓർമ്മയുണ്ടാവും, പക്ഷെ നിങ്ങളുടെ അച്ഛനായിരുന്നു എന്ന് ഉറപ്പില്ല. ഭൂരിഭാഗം കഥകളും റോബോട്ടുകൾ മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ വിഷൻ ക്വസ്റ്റ് പറയുന്നത് മനുഷ്യത്വം എന്നത് കൃത്രിമമായി പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നൊരു യന്ത്രം സ്വയം അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ്. ഇതിനെല്ലാം പുറമെയാണ് ഏറ്റവും വലിയ സർപ്രൈസ്, അൾട്രോണിന്റെ കംബാക്ക്. വെറും ഒരു ശബ്ദമായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ വെറും ഒരു റോബോട്ടായിട്ടായിരിക്കത്തില്ല, മനുഷ്യരൂപത്തിലായിരിക്കും അൾട്രോൺ എത്തുക എന്നാണ് കേൾക്കുന്നത്. അത് നമ്മൾ ഈ കേട്ട കഥയെല്ലാം മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഏകദേശം 10 വർഷമായിട്ട് ഫാൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അൾട്രോൺ ശരിക്കും മരിച്ചിരുന്നു എന്നത്. കാരണം ലോകത്തിലെ എല്ലാ ഡിജിറ്റൽ നെറ്റ്വർക്കുകളുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരു AI അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയാണ്. 2015 അൾട്രോൺ വന്ന കാലഘട്ടമല്ല ഇന്നുള്ളത്. അന്ന് AI എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു സംഭവമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് ഡീപ് ഫേക്ക്, ഓട്ടോമേഷൻ, AI വോയിസ്, AS റോബ്സ് ഇതെല്ലാം ഭയങ്കര സാധാരണമാണ്. അതുകൊണ്ട് തന്നെ 2015 വന്നതുപോലെ ആയിരിക്കില്ല 2026 അൾട്രോൺ വരുന്നത്. ഇത്തവണ അൾട്രോൺ റോബോട്ട് രൂപത്തിലും മനുഷ്യ രൂപത്തിലും വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ സീസണിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. അൾട്രോൺ മാത്രമല്ല, ഈ പറഞ്ഞ ജാർവിസ്, എഡിത്ത് ഇവരെല്ലാവരുടെ ഹ്യൂമൻ വേർഷൻസ് ഈ വരാൻ പോകുന്ന സീരീസിലുണ്ട്. ടോണി സ്റ്റാർക്ക് നേരിട്ട് ഈ സീരീസിൽ വരുന്നില്ലെങ്കിൽ പോലും ടോണിയുടെ സാന്നിധ്യം കഥയിലുണ്ടെന്നുള്ള ഉണ്ടാകുമെന്ന് പറയാം, നമ്മുടെ ഫാർ ഫ്രം ഹോമിലൊക്കെ ഉള്ളതുപോലെ. കാരണം MCUവിലെ ഭൂരിഭാഗം AI സംവിധാനങ്ങളും ടോണിയുടെ സൃഷ്ടിയാണ്. ജാർവിസ്, അൾട്രോൺ, ഫ്രൈഡേ, എഡിത്ത് അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഒരു സൃഷ്ടാവെന്ന നിലയിൽ താൻ ഉണ്ടാക്കുന്ന കൃത്രിമ ജീവനുകളോട് ടോണിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ? അദ്ദേഹം വെറും ഒരു ഉപകരണമായിട്ടാണോ ഇവരെ കണ്ടത്, അതോ സ്വന്തം മക്കളെ പോലാണോ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ഫിലോസഫിക്കലി ചിന്തിച്ചാൽ കിട്ടും. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വേറൊരു രീതിയിൽ വിഷൻ ക്വസ്റ്റിൽ വരുമോ നമുക്ക് പ്രതീക്ഷിക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം വിഷന്റെ മനസ്സിനുള്ളിൽ ഒന്നിലധികം AI തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡിജിറ്റൽ ഡ്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഈ ഒരു കഥ മൊത്തത്തിൽ നടക്കുന്നത്. ആ മനസ്സിനുള്ളിൽ വലിയൊരു ഫയർവാളിൻ്റെ പിന്നിൽ അൾട്രോൺ ഒളിച്ചിരിപ്പുണ്ട്. സോ വിഷൻ വേഴ്സസ് അൾട്രോൺ എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ വളരെ കുറച്ച് ടൈം മാത്രമാണ് ഏജ് ഓഫ് അൾട്രോണിൽ കണ്ടതെങ്കിൽ ഇവിടെ അത് വീണ്ടും കാണാൻ പോകുന്നു. എന്നാൽ ലിറ്ററൽ ഫൈറ്റ് ആയിട്ടായിരിക്കില്ല, പകരം ഐഡിയോളജീസ് കൊണ്ടും അതേപോലെ നമ്മൾ ഈ പറഞ്ഞ മനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. ഞാൻ ഈ അടുത്തിടെ വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മലയാളം കോമിക്കാണ് മായൻ. 15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് രാജ്യത്താണ് മായൻ്റെ കഥ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒടിയന്മാരെയൊക്കെ പോലെ പല മന്ത്രതന്ത്ര വിദ്യകൾ അറിയാവുന്നവരാണ് ഈ മായന്മാർ. അപ്പോൾ അക്കൂട്ടത്തിലൊരു മായനാണ് കഥയിലെ നായകൻ. എനിക്ക് കോമിക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 എലമെൻറ്റ്സ്, ഒന്ന് ഫൈറ്റും 2 ഹ്യൂമറുമാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 പേജോളം വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഈ കൊമിക്കിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈറ്റ് സീക്വൻസ് ഈ അമേരിക്കയിലുള്ള കൊമിക്സ് അതേപോലെ മാങ്കയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു മലയാളം കൊമിക്കിൽ ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പേജുള്ളൊരു ഫൈറ്റ് സീൻ കാണുന്നത്. അതേപോലെ തന്നെയല്ലേ ഹ്യൂമർ. ഇതിനകത്തൊരു കുട്ടിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ ക്യാരക്ടർ വളരെയധികം ഫണ്ണിയാണ്. അപ്പോൾ ഈ ഒരു 2 എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ കോമിക്സ് വളരെയധികം എൻ്റർടൈനിങ് ആയിരുന്നു. മായൻ പബ്ലിക്കേഷൻസും മലയാള സിനിമകളിലടക്കം ആനിമേഷൻ ചെയ്തിട്ടുള്ള കാർബൺ ഇൻഫിനിറ്റിയുമാണ് ഈ ഒരു കോമിക്സിന് പിന്നിൽ. ഞാൻ ഇവരുടെ ട്രെയിലർ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് 3D ആനിമേഷൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് മായൻ ഈ കോമിക്സിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇനി അങ്ങോട്ട് ഒരുപാട് ഗെയിമുകൾ, ആനിമേഷൻ സീരീസ് അങ്ങനെ പല പല മീഡിയമിലേക്ക് പോവുകയാണ്. കോമിക്സ് ഇതിൻ്റെ ഒരു തുടക്കം മാത്രം. ഇതുവരെ ടോട്ടൽ 3 വോളിയൂംസ് ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരെണ്ണം മാത്രമായി വാങ്ങുന്നതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക 2-3 ബണ്ടിലായി വാങ്ങുന്നതാണ്. കാരണം ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കൊമിക് മന്ത്ര ഓഡിയൻസിന് വേണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ 1 2 3 ഏത് വാങ്ങിയാലും കൊമിക് മന്ത്ര 3050 എന്നൊരു കൂപ്പൺ കോഡ് അടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓർഡർ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. വിഷന്റെ ഒറിജിൻ നോക്കിയാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ടോണി സ്റ്റാർക്ക് അൾട്രോണെ ഉണ്ടാക്കി, അൾട്രോൺ വിഷനെ ഉണ്ടാക്കി, വിഷൻ ബില്ലിക്കും ടോമിക്കും അച്ഛനായി. അതായത് വിഷൻ ഒരേ സമയം ഒരു മകനും അച്ഛനും കൊച്ചുമോനും ഒക്കെയാണ്. ഈ സീരീസിൽ വിഷന്റെയും വാണ്ടയുടെ മകനായ ടോമി മാക്സിമോ വരുന്നു എന്നാണ് വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം
നമ്മൾ ഓൾറെഡി അഗത ഓൾ അലോങ് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം, വില്ലി മാക്സിമോഫ് അതിൽ വിക്കൻ എന്ന് പറഞ്ഞ ഹീറോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ടോമി മാക്സിമോഫ് സ്പീഡ് എന്ന് പറഞ്ഞ ഹീറോ ആയിട്ട് വരും. ഈ രണ്ട് പിള്ളേരില്ല എന്നും പറഞ്ഞിട്ടാണ് വാണ്ട കണ്ട പ്രശ്നം മൊത്തം ഉണ്ടാക്കി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ പോയത്. പക്ഷേ ഇപ്പോൾ ഈ പിള്ളേരൊക്കെ വേറെ യൂണിവേഴ്സിൽ പോകാൻ ടൈംസിനകത്ത് തന്നെ ഉണ്ടെന്ന് റിവീൽ ആയിരിക്കുകയാണ്. എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ വിഷൻ ക്വസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് വിചാരിച്ച കാര്യമാണ് MCUവിൽ ഇപ്പോൾ വഴി കൂടെ വരുന്നവനും പോകുന്നവനും ഒരു സീരീസ് കൊടുക്കുന്നുണ്ട്, എന്നാൽ അതിനൊക്കെ ഇരിക്കട്ടെ ഒരു സീരീസ്, ഒരു വെളുത്ത സ്യൂട്ട് വിട്ടിങ്ങി പോര് എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ നിലവിലെ വേൾഡുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയ ഒരു സീരീസാണ് വിഷൻ ക്വസ്റ്റ് എന്ന് പറയാം. അതായത് നിലവിലെ വേൾഡ് കുറിച്ചുള്ള ഡിസ്കഷനിലാണ് മൊത്തം. ഒരുപാട് പേര് ഇതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്, ഫാസിനേറ്റഡ് ആണ്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് പേടിയുണ്ട്, നമ്മൾ ഹ്യൂമൻസിൻ്റെ ജോലി മാത്രമല്ല മൊത്തം ഹ്യൂമൻസിനെ തന്നെ റീപ്ലേസ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വിഷൻ ക്വസ്റ്റ് വരുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. ലൈക്ക് ഈ സീരീസ് കുറച്ച് കാലം മുന്നേ അനൗൺസ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ 2026 ഇതിനെ പറ്റി ഒരു പെർഫെക്റ്റ് ഡേറ്റ് ആയിട്ട് തോന്നുന്നു. അതുപോലെ ഡൂംസ്ഡേയിൽ ഇതെങ്ങനെ കണക്റ്റ് ആവുമെന്ന് ഒരുപാട് പേർക്ക് ചോദ്യങ്ങളുണ്ട്. ഇത് കണക്റ്റ് ആവില്ലേ എന്നൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഡെയർ ഡബിൾ ബോൺ അഗെയിനൊക്കെ ഇപ്പോൾ വന്നത് ഡൂംസ്ഡേയിലോട്ട് കണക്റ്റ് ആവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ക്യാരക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലേ ഉള്ളൂ. അതുപോലെ വിഷൻ ക്വസ്റ്റ് ആയേക്കാൻ ഒരു സാധ്യതയുണ്ട്. എന്നാലും അല്ലാതെ ഒരു കണക്ഷൻ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം വാണ്ട ഡൂംസ്ഡേയിലും സീക്രട്ട് വാഴ്സിലും തിരിച്ചു വരുന്ന റൂമേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാണ്ടയുടെ ഈ രണ്ട് മക്കളും അതിലേക്ക് കണക്റ്റ് ആവണമല്ലോ. ഇപ്പോൾ MCUവിലെ ഒരു വാണ്ട വിഷൻ ട്രിലജി എന്ന് തന്നെ നമുക്ക് പറയാം. വാണ്ട വിഷൻ സീരീസ് ഉണ്ട്, അഗത ഓൾ അലോങ് സീരീസ് ഉണ്ട്, കഴിഞ്ഞപ്പോൾ വിഷൻ ക്വസ്റ്റ്. ഈ 3 സീരീസും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു ട്രിലജി എന്ന് പറയാം. അപ്പോൾ ആ ട്രിലജിയുടെ എൻഡിങ് ആണ് വിഷൻ ക്വസ്റ്റ്. ഒക്ടോബർ 14 ഈ സീരീസിൻ്റെ പ്രീമിയർ. അത് കഴിഞ്ഞ് 8 എപ്പിസോഡാണ് ടോട്ടൽ. ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡ്. അത് ഡൂംസ്ഡേ വരുന്നതിന് തൊട്ട് മുമ്പ് തീരുന്ന രീതിയിലാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേയുമായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ടായേക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യം, സ്കോട്ട്ലൻഡിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കുറച്ച് നടന്നിട്ടുണ്ടെന്നൊക്കെ അവിടെ ഉള്ള ഒരാൾ ട്വിറ്ററിൽ ഇട്ടിരുന്നു. സോ സ്കോട്ട്ലൻഡിലാണ് നമുക്കറിയാം ഇൻഫിനിറ്റി വാറിൽ വാണ്ടയും വിഷനും ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു സിവിൽ വാറിന് ശേഷം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊന്നും അത്ര വലിയ കണക്ഷൻസോ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയോ ഒന്നും കാണിച്ചിട്ടില്ല. സോ ഇവിടെ അതിൻ്റെ എലമെൻറ്റ്സ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം വിഷൻ്റെ മെമ്മറിയിൽ അതെല്ലാം കിടപ്പുണ്ട്, നമ്മൾ ഓഡിയൻസ് കണ്ടില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ വാണ്ട വിഷൻ ക്വസ്റ്റിൽ ഫ്ലാഷ് ബാക്ക് സീൻസുകളിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇപ്പോഴത്തെ പ്രസൻറ്റിലായിരിക്കത്തില്ല, ഫ്ലാഷ് ബാക്കിലെ വിഷൻ്റെ മെമ്മറീസിൽ ഓൾറെഡി വന്ന ഫുട്ടേജ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ സീൻസ് ആയിട്ടോ ഒക്കെ വാണ്ട വരാൻ ചാൻസ് ഉണ്ട്. ഇതേ വാണ്ട ഡൂംസ്ഡേയിൽ ജീവനോട് വരും എന്ന് പറഞ്ഞ തിയറിയിലോട്ട് ഒരുപക്ഷെ വിഷൻ ക്വസ്റ്റിലെ സംഭവങ്ങൾ കണക്റ്റ് ആവാനുള്ളൊരു പോസിബിലിറ്റിയും ഉണ്ട് താനും. എന്തായാലും ഇത്രയാണ് വിഷൻ ക്വസ്റ്റിനെ പറ്റി പറയാനുള്ളത്. കാരണം നമുക്ക് അസോഫിനോ ഇത്ര ഇൻഫോയും അപ്രണ്ടിലെ കുറച്ച് ആ ഒരു ഫുട്ടേജിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ വിഷൻ ക്വസ്റ്റിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിലർ എപ്പോഴാണോ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാരണം അൾട്രോൺ ഈ പറഞ്ഞതുപോലെ ഹ്യൂമനായിട്ടും വരുന്നു, റോബോട്ടായിട്ട് വരുന്നു എന്ന് പറയുന്നു. ഈ അൾട്രോൺ വിഷൻ്റെ മെമ്മറീസിലൂടെ അല്ലെങ്കിൽ മൈൻഡിലൂടെ വരുന്ന ഒരു ക്യാരക്ടർ മാത്രമാണോ അതോ റിയൽ ലൈഫിൽ വരുമോ? അൾട്രോൺ മാത്രമല്ല ബാക്കിയുള്ള AIകളും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ ഉത്തരം കിട്ടണമെങ്കിൽ ട്രെയിലർ വരണം. പിന്നെ നമ്മുടെ ഡൂംസ്ഡേയുടെ ട്രെയിലർ ഇപ്പം അടുത്ത ആഴ്ച സ്റ്റാർ വാഴ്സിൻ്റെ പടം വരുന്നുണ്ട്, മാൻഡലോറിയൻ ആൻഡ് ഗ്രൂക്കു. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു. 100% കൺഫേം അല്ല, പക്ഷേ ഡിസ്നിയുടെ ഒരു മേജർ റിലീസ് ആയതുകൊണ്ട് തന്നെ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ വരാനും പണ്ട് മറ്റേ അവതാർ സമയത്തെ പോലെ ഒരാഴ്ച പിടിക്കും. പക്ഷേ തിയേറ്ററിൽ വന്നാൽ നമുക്ക് അപ്പോൾ തന്നെ ആ ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. പിന്നെ ബ്രാൻഡ് ന്യൂയുടെ ഒഫീഷ്യൽ പ്രസ് ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൊമോഷൻസ് എല്ലാം പ്രോപ്പർലി തുടങ്ങിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ടാണ് ഇനി വരാൻ പോകുന്ന വിഷൻ ക്വസ്റ്റ്. അതിൻ്റെ ട്രെയിലർ എപ്പോഴാണെന്നറിയില്ല, മേ ബി കൊമിക്കോണിലായിരിക്കാം അല്ലെങ്കിൽ ട്രെയിലർ ആണ്ടവായിട്ട് ഡ്രോപ്പ് ചെയ്യുമായിരിക്കാം. എന്നാലും ഒക്ടോബറിലാണ് സീരീസ് വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡയുടെ ഫസ്റ്റ് ഡേ ഫാൻ ഷോസ് ഒക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ ഫാൻ ഷോ അനൗൺസ് ചെയ്തു. കേരള പോപ്കോണും പിന്നെ മാർവൽ ഫാൻസ് ഇന്ത്യയും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഷോ നടക്കുന്നത്. ബാക്കി ഡിസ്ട്രിക്ട്സിൽ ഡിസ്കഷൻസ് ഒക്കെ ഓൺഗോയിങ് ആണ്, ഏതിലൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ പിന്നീട് അനൗൺസ് ചെയ്യും. അപ്പോൾ ജൂൺ 1 കൊച്ചിയിലെ ഫാൻ ഷോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പണിംഗ് ആണ്. സോ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ കേരള പോപ്കോൺ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ മായൻ കോമിക്സിനെ പറ്റി മറക്കാതിരിക്കുക. നമ്മുടെ കോമിക് മന്ത്ര 3050 കോഡ് അടിച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.